ആലുവ ശിവക്ഷേത്രത്തിന്റെ ഏതാണ്ട് പൂർണ്ണ തോതിൽ വെള്ളം കയറിയെന്ന് തന്നെ പറയാം. ക്ഷേത്രവും മണപ്പുറവും ഉൾപ്പെടുന്ന മേഖലയിൽ തന്നെ എല്ലാം തന്നെ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. ഏതാണ്ട് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി തന്നെ ഇന്ന് കാലത്ത് 8 മണിയോടുകൂടി തന്നെ 1.5 മീറ്ററോളം വെള്ളം കയറിയ ഒരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ഉച്ചയോടുകൂടി അത് 3 മീറ്ററോളം വെള്ളം വർദ്ധിച്ച് ഇപ്പോൾ ഏതാണ്ട് ശിവക്ഷേത്രം പൂർണ്ണമായും മുങ്ങിയ ഒരു സ്ഥിതിയിലാണുള്ളത്. അതേസമയം ഇവിടുത്തെ ശിവക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യപ്രകാരം ഇത്തരത്തിൽ ശിവക്ഷേത്രം മുങ്ങുന്ന ഒരു മഹാദേവന്റെ ആറാട്ടായിട്ട് കൊണ്ടാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശിവഭഗവാന്റെ ആറാട്ടിൽ ഭാഗമാകാൻ വേണ്ടി ഇവിടെ ഒത്തിരി തീർത്ഥാടകരും എത്തിയിട്ടുണ്ട്. ഇവിടെ മുങ്ങിക്കുളിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം നേടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ വെള്ളമെല്ലാം തോർന്നതിന് ശേഷം ഒരു ആറാട്ട് സദ്യ ഒരുക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇവിടെ ഉണ്ട്. ഇത്തരത്തിൽ വർഷത്തിൽ 1-2 തവണയെല്ലാം ഇത്തരത്തിൽ ആറാട്ട് നടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം തീരെ ആറാട്ട് ഇല്ലാതെ കടന്നുപോയ വർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാം. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പോരുന്ന ഭക്തജനങ്ങളും എല്ലാവരെയും നമുക്ക് കാണാവുന്നതാണ്. കാരണം ഇത്തരത്തിൽ ഇപ്പോൾ ആലുവ മണപ്പുറവും ക്ഷേത്രവും പൂർണ്ണതോതിൽ തന്നെ മുങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെരിയാറിൽ നിന്നുള്ള ഒഴുക്ക് കൂടി, ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് കാലത്തുണ്ടായ മഴ മാത്രമല്ല, പെരിയാറിൽ നിന്നുള്ള ഒഴുക്ക് വർദ്ധിച്ചതോടുകൂടി കൂടുതലാണ് ഇത്തരത്തിൽ മഴ ഇവിടെ ശക്തമാകാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇവിടുത്തെ ജലനിരപ്പ് ഉയരാനുള്ള കാരണം എന്ന് പറയുന്നത്.